കാരണം അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ സൈക്കിൾ റൈഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു മുഗൾ നിർമ്മിതിയിലോട്ട്, ഡൽഹിയിലുള്ളൊരു മുഗൾ നിർമ്മിതിയിലോട്ടാണ്. ഈ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ഹുമയൂൺ ടോംബ്, ഒരുപാട് മുഗൾ ഭരണാധികാരികളുടെ ശവകല്ലറയുള്ള ഒരു ഇടമാണ്. ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മക്കായി നിർമ്മിച്ച താജ്മഹലിനെ കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും വാചാലരാവാറുണ്ട്, പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വരാറുണ്ട്. എന്നാൽ ഒരു ഭാര്യ അയാളുടെ ഭർത്താവിന് വേണ്ടി നിർമ്മിച്ച ഈ നിർമ്മിതിയെക്കുറിച്ച് അധികം ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. 1558 ഹമീദ ബാനോ ബീഗം, അതായത് ബീഗ ബീഗം, തൻ്റെ പ്രിയതമനായ ബാദ്ഷാ ഹുമയൂണിൻ്റെ കബറിടത്തിൽ ഈ ഒരു ടോംബ് നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രരീതികളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠന ഇഷ്ടങ്ങളുമെല്ലാം തെളിയിക്കുന്നതാണ് ഈ നിർമ്മിതി. ഡൽഹിയിലെ നമ്മുടെ നിസാമുദ്ദീൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഡൽഹി യാത്രയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരമാണിത്. പേർഷ്യൻ വാസ്തുശില്പികളാണ് ഇതിനെ രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ഇത്രയധികം ചുവന്ന മണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ഒരു നിർമ്മിതി കൂടിയായിരിക്കും ഇത്. ഹുമയൂൺ ചക്രവർത്തിയുടെ ഖബറിന് പുറമെ പേരില്ലാത്ത ഒട്ടനവധി ഖബറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുഗൾ രാജകുടുംബത്തിൽപ്പെട്ടവരുടേതാണ് അവയെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. രാജകുടുംബത്തിന് പുറമെ അവർക്കെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ട അഫ്ഗാൻ പ്രഭുവിൻ്റെ കബറിടവും ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ രാജകുടുംബത്തോട് ഏറ്റവും ചേർന്നിരുന്ന പട്ടാളക്കാരുടെയും ജോലിക്കാരുടെയും കബറിടങ്ങളും ഈ കോമ്പൗണ്ടിൽ തന്നെയാണുള്ളത്. മുഗൾ ഭരണം അവസാനിക്കുന്നതുവരെ ഇവിടെ സ്ഥിരമായി മരണാനന്തര പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഇവിടെ നിന്ന് നല്ല ടൈൽസുകളടക്കമുള്ള ഒത്തിരി വസ്തുക്കൾ അവരുടെ നാട്ടിലോട്ട് കയറ്റി അയച്ചിട്ടും ഇന്നും ഇത് അതിൻ്റെ പ്രൗഢിയോടുകൂടെ തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ ഡൽഹി യാത്ര തുടരുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.